ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെടുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് സജീവേട്ടൻ അവിടെയാണ് കേട്ടോ വർക്ക്. ഞാൻ കുറച്ച് നാളായി എൻ്റെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. കാരണം അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് പോകാൻ അങ്ങനെ കൂട്ടാക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും വീട് പണി നടക്കല്ലേ, ഒന്ന് എല്ലാവരും കൂടെ പോയേക്കാമെന്ന് വിചാരിച്ചു. സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ബേക്കറി കയറി. എത്ര രാവിലെ? അതാ വാങ്ങിയിട്ടെല്ലാം വാങ്ങിയില്ലേ? അതെല്ലാം നമ്മൾ വാങ്ങി. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. കുഞ്ഞോൾ പോയില്ലേ? കണ്ടിന് നമ്മള്. ഓ, ഭയങ്കര ഗപ്പി കൃഷിയാണല്ലോ. ഇതൊക്കെ ഏട്ടൻ്റെ മോൻ്റെ പരിപാടിയാണ് കേട്ടോ. അവന് ഈ ഗപ്പിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗപ്പി മാത്രമല്ല, മൃഗങ്ങളോടൊക്കെ അവന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പം ഗപ്പിയും അതുപോലെ പിന്നെ പ്ലാറ്റി എന്തൊക്കെയോ ഉണ്ട് അതിൽ. അതൊക്കെ ഓൻ്റെ കലാപരിപാടികളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് ഡ്യൂട്ടി കിട്ടി. അതിന് മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് കണ്ടപ്പോൾ അവിടത്തേക്ക് കയറി വന്നു. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഒന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന്. അപ്പോഴത്തേനും അവരിങ്ങോട്ടേക്ക് വന്നു. അതുകൊണ്ട് അവരെങ്ങനെ കാണാൻ പറ്റിയിട്ടാ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ മസാലയൊക്കെ പുരട്ടി അങ്ങനെ മാറ്റി വെച്ചു. ഇന്ന് എൻ്റേതായ രീതിയിൽ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. രണ്ടെണ്ണം മതി തോന്നല്ലേ. നോക്കാം, ഇതാക്കി കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ടെടുക്കാം. ഉള്ളി അരിഞ്ഞ് എൻ്റെ കണ്ണൊക്കെ നീറി ആകെ ഒരു വകയായിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ തീരെ സൗകര്യമൊക്കെ കുറവായിരുന്നു. പഴയ വീട് പൊളിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ പുതിയ വീട് എടുക്കുന്നത് കൊണ്ട് 2 റൂം മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ പൊളിച്ച് മാറ്റിയിട്ടാട്ടോ ഉള്ളത്. പിന്നെ അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ വേണ്ടി ഒരു റൂമും പിന്നെ ഒരു റൂമിൻ്റെ പാതിയാണ്. അപ്പോൾ ആ പാതിയിൽ അടുക്കള പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ അവർ ഉപയോഗിക്കുന്നത്. അതെന്ത് വെള്ളം? അത് നല്ല വെള്ളാ? തണുത്ത വെള്ളം അത്? വരുന്നില്ല. ഓ, അതവിടെ കിടന്നിട്ടാടാ കണ്ണാ. ബോബു തുറക്കണ്ട. പൂട്ടിയില്ലേ? അമ്മമ്മ പൂട്ടീനതിന. വാക്ക് പേടിയില്ല ബോബുവിന്? പേടിയുണ്ടോ?
പോന്നേ ഇങ്ങ വാ പോവല്ല ഇങ്ങ വാ ലക്കിയല്ല അത് ലക്കിയല്ല ബ്രൂണോ 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 വിളിക്കുന്നില്ലേ ബ്രൂണോ ബ്രൂണോ നീ എന്നാ എന്റെ മോളെ മൈൻഡ് ചെയ്യാത്ത നീ എന്നാ എന്റെ മോളെ മൈൻഡ് ചെയ്യാത്ത അച്ഛനെ വിളിച്ചാ അച്ഛനെ വിളിക്ക് ഒച്ചല് വിളിക്ക് ഒച്ചല് വിളിച്ചാലേ തീരെയും പറഞ്ഞു ചോദിക്ക് കൈതാന്ന് പറ സ്നൂപ്പി സ്നൂപ്പി അല്ലമ്മേ നമ്മളെ നാടൻപട്ടീന്റെ പേര് ടുട്ടു അല്ലേ ടുട്ടു ടുട്ടുവിനെ മറന്നുപോയാ നീ ടുട്ടുവിനെ മറന്നുപോയിട്ടില്ലെങ്കിൽ അത് ടുട്ടു അല്ല ബ്രൂണോ ഇതില് നേരത്തെ ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ വരക്കണം കൈതരായിട്ട് ഉറങ്ങി ഒരു വീഡിയോ കണ്ടിനാ ഒരു നായി തെരുവിലുള്ളതാണ് ഒരു ടൗണില് ഒരു നായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ എന്നിട്ട് വേറെ ഒരു കുട്ടിയും ഒരു അമ്മയും കൂടി വന്നിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് തടകലും ബിസ്ക്കറ്റ് കൊടുക്കലും അതിന് ഉമ്മ കൊടുക്കണം കടിച്ചു വറുത്ത് പോകും ചോരാന്ന് പറഞ്ഞു മുഖത്ത് കടിച്ചു വരച്ചാൽ എന്തെന്നായിരിക്കും അല്ലേ അവസ്ഥ ഇണ്ടാത്ത പണിയെടുത്തിട്ട് എല്ലാ നായാലും പോയിട്ട് അങ്ങനെ പിടിക്കാൻ പോവാ എന്ത് നല്ല രസം ഭയങ്കര രസം എന്തായാലും അക്കീരെ കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോകും ഇത് നല്ല വെയിറ്റ് നീല ആകാശത്തിൽ ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പൂ പറിക്കണ്ട പൊന്നു പൂമ്പാറ്റ വരട്ടെ പൂമ്പാറ്റ വന്നിട്ട് അടക്കണ അടക്കമേ ഇവിടുത്തെ പൂമ്പാറ്റക്കെല്ലാം എന്നെ പേടിയാ എൻ്റെ വീട്ടിലത്തേനൊന്നും എന്നെ പേടിയില്ല പൂ പറിക്കല്ല പൊന്നു അതിനാ വിത്ത് എന്തൊരു ഭംഗിയല്ലേ എനക്ക് ആദ്യമില്ലേ പൂവുള്ള ചെടി എനിക്ക് അത്ര ഇഷ്ടമില്ലേനു ഓണായേരാന്ന് വേണല്ലോ എന്ന് വിചാരിക്കുന്നു മതിയോ നല്ല പോകാൻ പറയ കണ്ണ
കാല് വേണ്ട കാലായിരിക്കാണ്ട കാലല്ല ഞാൻ പറയാ എനിക്ക് കാല് ഇഷ്ടമല്ല. ആ എടുത്തിന് നല്ല വർക്ക് ചെയ്യുന്നു തോന്നല്ലോ. ചെടിയെല്ലാം എങ്ങനെയാ കിടന്നേ? എങ്ങനെയാ കിടന്നേ? അത് കഴിഞ്ഞു പോയി. പോപ്പിയില്ല. എത്ര നേരായി കാത്തു നിക്കുന്നേ? അങ്ങനെ അങ്ങോട്ട് വരിന്. എനിക്ക് ചെയ്യാൻ പേടിയാ. ഓ ഈസി ആയിട്ട് ചെയ്യാലോ. ടാറ്റ പറ അമ്മക്ക് ടാറ്റ പറ. അല്ല അങ്ങനെ തന്നെയാ ഇപ്പം വേഷം. ഒളിച്ചിക്കണം. പോകാം നമുക്ക്. അങ്ങനെ നാളെയും കൂടി വരേണ്ടതുകൊണ്ട് പൊന്നു ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല കേട്ടോ. പൊന്നു ഇവിടെ തന്നെ നിന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.